അപ്പോസ്തല പ്രവൃത്തി 27 അതിന്റെ 39 മുതൽ 44 വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ കപ്പൽ യാത്രയും അവിടെ സംഭവിക്കുന്ന കപ്പൽ ഛേദത്തെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, പൗലോസിന്റെ ജീവിതത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 27 കാണുന്നത്. ഇതൊരു സാധാരണ കടൽയാത്രയുടെ കഥയല്ല, ഒരു ശുശ്രൂഷകന്റെ യാത്രയുടെ കഥയുമല്ല. മനുഷ്യരുടെ കണ്ണിൽ തടവുകാരനായി കൊണ്ടുപോകപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം എങ്ങനെ കൊടുങ്കാറ്റിനിടയിലും നിലനിന്നു എന്നതിന്റെ ശക്തമായ സാക്ഷ്യമാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. പൗലോസ് റോമിലേക്കുള്ള യാത്രയിലാണ് കപ്പലിലേക്ക് പോകുന്നത്. പൗലോസ് സ്വതന്ത്രനായിട്ടല്ല, ബഹുമാനത്തോടെ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായിട്ടല്ല, ജനങ്ങൾ കൈയടിച്ച് അയച്ച ഒരു മിഷണറി ആയിട്ടല്ല പോകുന്നത്. ഒരു തടവുകാരനായി കപ്പലിൽ കയറ്റപ്പെട്ടിരിക്കുകയാണ്. കൈകളിൽ ചങ്ങല ഒരു പക്ഷേ ഉണ്ടായിരിക്കാം, പക്ഷേ ഹൃദയത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു. കർത്താവ് അവനോട് മുമ്പേ ഉറപ്പ് നൽകിയിരുന്നു, റോമിൽ നീ എത്തണം, കൈസറിന്റെ മുമ്പിൽ സാക്ഷ്യം പറയണം. ഇതാണ് പൗലോസിന്റെ യാത്രയുടെ ഉള്ളിലെ ശക്തി എന്ന് പറയുന്നത്. പുറത്ത് ഒരുപക്ഷെ ചങ്ങല, എന്നാൽ ഉള്ളിൽ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. പുറത്ത് കാവൽക്കാരൻ ഒരുപക്ഷെ ഉണ്ട്, ഉള്ളിൽ ദൈവത്തിന്റെ വിളി കാണാൻ കഴിയും. പുറത്ത് മനുഷ്യരുടെ നിയന്ത്രണത്തിന് അകത്ത് നിൽക്കുമ്പോൾ ഉള്ളിൽ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ചലിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാൻ കഴിയും. യാത്ര തുടങ്ങിയപ്പോൾ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. കടൽ ശാന്തവുമായിരുന്നില്ല, കാറ്റ് അനുകൂലമായിരുന്നുമില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവസ്ഥകൾ കൂടുതൽ മോശമാകാൻ തുടങ്ങി. വലിയ കൊടുങ്കാറ്റ് വന്ന് ആഞ്ഞടിക്കുവാൻ തുടങ്ങി. കപ്പൽ നിയന്ത്രണത്തിൽ നിൽക്കാതെ ചാഞ്ചാടാൻ തുടങ്ങി. പല ദിവസങ്ങൾ സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. പഴയകാല കടൽ യാത്രയിൽ സൂര്യനും നക്ഷത്രങ്ങളും ദിശയറിയാനുള്ള പ്രധാന അടയാളങ്ങളായിരുന്നു. അത് കാണാനാവാതെ പോയാൽ യാത്രക്കാരുടെ മനസ്സ് തന്നെ തളരുവാനിടയായിത്തീരും. ഇവിടെ കപ്പലിലുള്ളവർക്ക് 2 കാര്യങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഒന്ന്, ദിശ നഷ്ടപ്പെട്ടു. 2, അവർക്ക് രക്ഷപ്പെടുമെന്നുള്ള പ്രത്യാശയും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കപ്പലിന്റെ ഭാരം കുറയ്ക്കുവാൻ വേണ്ടി, കപ്പലിന്റെ ഭാരം കുറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് കരുതി കപ്പലിലുള്ള ചരക്കുകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ കപ്പലിന്റെ ഉപകരണങ്ങളൊക്കെ ഉപേക്ഷിച്ചു തുടങ്ങി. മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ആശ്രയിച്ചിരുന്ന പലതും സ്വന്തം കൈകൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു അവസ്ഥ. അവസാനം ജീവൻ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷ പോലും അവർക്ക് മങ്ങിപ്പോയി. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് പൗലോസ് അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. അവൻ കടൽ ശാന്തമായതിനു ശേഷമല്ല സംസാരിച്ചത്, കാറ്റ് കുറഞ്ഞതിന് ശേഷവുമല്ല ധൈര്യം നൽകിയത്. സാഹചര്യങ്ങൾ ശരിയാകുന്നതിന് മുമ്പ് തന്നെ വിശ്വാസത്താൽ അവിടെ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. കൊടുങ്കാറ്റ് തുടങ്ങുന്ന സമയത്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആരുടെയും ജീവൻ നഷ്ടമാകത്തില്ല. കാരണം രാത്രിയിൽ ഒരു ദൂതൻ അവന്റെ അടുക്കൽ നിന്നിരുന്നു. ദൈവം വീണ്ടും അവനെ ഓർമ്മിപ്പിച്ചു, പൗലോസ് കൈസറിന്റെ മുന്നിൽ നിൽക്കേണ്ടതാണ്. ഇവിടെയാണ് ഈ ഭാഗത്തിന്റെ ആദ്യത്തെ വലിയ മർമ്മം നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്തമുള്ളവന്റെ ശബ്ദം കൊടുങ്കാറ്റിനിടയിലും മറ്റുള്ളവർക്ക് ധൈര്യം നൽകാൻ സാധിക്കും. പൗലോസ് കപ്പലിന്റെ ഒരു ഉടമയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ക്യാപ്റ്റൻ ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, സൈനികാധിപനാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അവനൊരു തടവുകാരൻ മാത്രമാണ്. എന്നാൽ ആ നിമിഷത്തിൽ ഏറ്റവും ഉറച്ചു നിന്നത് ഈ തടവുകാരനായ പൗലോസ് ആയിരുന്നു. കാരണം സ്ഥാനം അവന് ധൈര്യം നൽകണമെന്നില്ല, അനുഭവം മാത്രം ധൈര്യം നൽകണമെന്നില്ല, പണം ധൈര്യം നൽകണമെന്നില്ല, മനുഷ്യരുടെ അംഗീകാരം പൗലോസിന് ധൈര്യം നൽകണമെന്നില്ല. ദൈവത്തിൽ നിന്ന് ലഭിച്ച വാഗ്ദത്തത്തിന്റെ വാക്കാണ് യഥാർത്ഥത്തിൽ പൗലോസിന് ധൈര്യം നൽകിയത്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒടുവിൽ കരയടുത്തതായി അവർക്ക് തോന്നി. അവർ കപ്പൽ കരയിലേക്ക് ഓടിക്കാൻ ശ്രമിച്ചു. എന്നാൽ കപ്പൽ മണൽത്തട്ടിൽ കുടുങ്ങി 3 ഭാഗം കുടുങ്ങി നിന്നു. പിന്നിലെ ഭാഗം തിരമാലയുടെ അടിയേറ്റ് പൊളിഞ്ഞു തുടങ്ങി. ഒടുവിൽ കപ്പൽ തകർന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ഇതാണ് ഏറ്റവും വേദനാജനകരമായ നിമിഷം. ഇത്രയും ദിവസം ഒരു രക്ഷയുടെ ഉപാധിയായി കണ്ടത് കപ്പലായിരുന്നു. കടലിന്റെ നടുവിൽ കപ്പലുണ്ടെങ്കിൽ ജീവിക്കാമെന്ന് അവരെ കരുതി. എന്നാൽ ഇപ്പോൾ അതേ കപ്പൽ തകർന്നു പോയ അവസ്ഥ. പുറമെ നോക്കുമ്പോൾ എല്ലാം അവർക്ക് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ദൈവം പറഞ്ഞ വാക്ക് ഇപ്പോഴും ജീവനോടെ അവരെ നിലനിർത്തുകയാണ്. കപ്പൽ ഒരു പക്ഷെ തകർന്നേക്കാം, ദൈവത്തിന്റെ വാഗ്ദത്തം ഒരിക്കലും തകർന്നു പോകത്തില്ല. ഇതാണ് ഇന്നത്തെ സന്ദേശം. ജീവിതത്തിൽ നാം ചില കപ്പലുകളിൽ ആശ്രയിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ അത് നമ്മുടെ ജോലിയായിരിക്കാം, നമ്മുടെ ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പിന്തുണയായിരിക്കാം, അതുമല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷ ഒക്കെ, അല്ലെങ്കിൽ ഒരു സ്വപ്നം, പദ്ധതികൾ, വഴി, പ്രതീക്ഷ, ഇതൊക്കെ ആയിരിക്കാം നാം ആശ്രയിക്കുന്നത്.
അവയൊക്കെ നമ്മെ കരയിൽ എത്തിക്കുമെന്ന് നാം കരുതുന്നുണ്ടായിരിക്കാം. പക്ഷേ ചിലപ്പോൾ ജീവിതത്തിൽ കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, തിരമാലകൾ വരും, നമ്മൾ പിടിച്ചു നിന്ന കപ്പലുകൾ തകർന്നു പോകുവാനിടയായി. അപ്പോൾ ഹൃദയം നമ്മളോട് ചോദിക്കും, ഇനി എങ്ങനെ നാം മുന്നോട്ട് പോകും? പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കപ്പൽ തകർന്നത് യാത്ര അവസാനിച്ചു എന്നതിന്റെ തെളിവല്ല, ദൈവം പുതിയൊരു രീതിയിൽ, പുതിയൊരു തലങ്ങളിൽ നിങ്ങളെ കരയിലെത്തിക്കാൻ പോകുന്നുവെന്നതിന്റെ തുടക്കമാണ്. അപ്പോസ്തലപ്രവൃത്തി 27 അവസാനം അത്ഭുതകരമായ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. ചിലർ നീന്തി കരയിലെത്തി, ചിലർ പലകളിൽ പിടിച്ചു, ചിലർ കപ്പലിന്റെ തകർന്ന കഷ്ണങ്ങളിൽ പിടിച്ചു, എങ്കിലും എല്ലാവരും കരയിലെത്തി. ഇവിടെയാണ് വലിയൊരു ആത്മീയ മർമ്മം. ദൈവം ചിലരെ മുഴുവൻ കപ്പലിൽ കൊണ്ടുപോകും, ചിലരെ തകർന്ന പലകകളിൽ പിടിപ്പിച്ചെങ്കിലും കരയിലെത്തിക്കും. നമുക്ക് ഇഷ്ടം മുഴുവൻ കപ്പലിൽ ഭംഗിയായി കരയിൽ എത്തുന്നതാണ്. യാത്രയും സുന്ദരം, വരവും സുന്ദരം, കഥയും സുന്ദരം. പക്ഷേ ദൈവത്തിന്റെ വഴികൾ ഒരുപക്ഷെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ നാം കരയിലെത്തും, പക്ഷെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് തകർന്ന പലകയായിരിക്കും. ചിലപ്പോൾ നാം രക്ഷപ്പെടും, പക്ഷെ നമ്മുടെ പദ്ധതികൾ തകർന്നിരിക്കാം. ചിലപ്പോൾ ദൈവം നമ്മളെ നിലനിർത്തും, പക്ഷെ നാം ആശ്രയിച്ചിരുന്ന സംവിധാനങ്ങൾ നിലനിൽക്കണമെന്നില്ല. ചിലപ്പോൾ വാഗ്ദത്തത്താൽ നമ്മൾ രക്ഷപ്പെടും, പക്ഷെ കപ്പൽ രക്ഷപ്പെട്ടെന്ന് വരത്തില്ല. ഇത് മനസ്സിലാക്കണം. ദൈവം പൗലോസിനോട് കപ്പൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിരുന്നില്ല, ജീവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ദൈവം നമ്മോട് ചിലപ്പോൾ നമ്മുടെ എല്ലാ പദ്ധതികളും അതേപടി നിലനിർത്തുമെന്ന് വാഗ്ദത്തം ചെയ്യത്തില്ല. എന്നാൽ അവന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കും എന്നത് ദൈവം ഉറപ്പു നൽകും. കപ്പൽ തകർന്നത് പൗലോസിന്റെ റോമിലേക്കുള്ള വിളി റദ്ദാക്കിയില്ല. കടൽ പൗലോസിന്റെ ലക്ഷ്യം തടഞ്ഞില്ല. കൊടുങ്കാറ്റ് ദൈവത്തിന്റെ പദ്ധതിയെ തോൽപ്പിച്ചിട്ടില്ല. തകർച്ച തന്നെ യാത്രയുടെ അവസാനമല്ലാതെ അടുത്ത കരയിലെത്താനുള്ള ഒരു ഉപാധിയായി മാറി. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ചില തകർന്ന പലകകൾ ഉണ്ടായിരിക്കാം, തകർന്ന പ്രതീക്ഷകൾ ഉണ്ടായിരിക്കാം, തകർന്ന ബന്ധങ്ങൾ, അല്ലെങ്കിൽ തകർന്ന സാമ്പത്തിക നില, അതുമല്ലെങ്കിൽ തകർന്ന ആരോഗ്യസ്ഥിതി, അതുമല്ലെങ്കിൽ തകർന്ന ഒരു ശുശ്രൂഷയുടെ അനുഭവം, അല്ലെങ്കിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ തകർന്നിട്ടുണ്ടായിരിക്കാം. മനുഷ്യർ അതിനെ നോക്കി പറയും, എല്ലാം പോയി, എല്ലാം കഴിഞ്ഞു പോയി, ഇനി മുന്നോട്ട് ഒരു യാത്രയില്ല. പക്ഷെ ദൈവം അതിനെ നോക്കി പറയുന്നത്, ഇതിലും ഞാനൊരു വഴി ഉണ്ടാക്കും. നിങ്ങളെ തകർത്തത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങളെ കരയിൽ എത്തിക്കാൻ ദൈവം ഉപയോഗിക്കുന്നത്. ആ അനുഭവം നിങ്ങളെ വിനയമുള്ളവനാക്കും. ആ നഷ്ടം നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനിടയെത്തി. ആ ഒരു നിരസിക്കൽ നിങ്ങളെ ദൈവത്തോട് അടുക്കാൻ കാരണമാക്കി മാറ്റും. അങ്ങനെ ഒരു തകർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ നിങ്ങളുടെ ആശ്രയം മനുഷ്യരിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. ആ കൊടുങ്കാറ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ വിളിയെ കൂടുതൽ വ്യക്തമാക്കി ഒന്നുകൂടെ നിങ്ങളെ ക്രിസ്തുവിങ്കൽ ഉറപ്പിക്കുവാനും ഉണർത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തകർന്ന കഷ്ണങ്ങളെ കണ്ട് നിങ്ങൾ ലജ്ജിക്കരുത്. അതിൽ പിടിച്ചാണ് ചിലപ്പോൾ നിങ്ങൾ കരയിലെത്തുന്നത്. പൗലോസ് ആ ദ്വീപിലെത്തി, അതിന്റെ പേര് മാൾട്ട. ആദ്യം അത് യാത്രയിലെ ഒരു തടസ്സം പോലെ നമുക്ക് തോന്നിയിരിക്കാം, പക്ഷെ അവിടെയും ദൈവം അവനെ ഉപയോഗിച്ചു. പാമ്പ് കടിച്ചിട്ടും വീണില്ല, രോഗികൾ സൗഖ്യം പ്രാപിച്ചു. ദൈവത്തിന്റെ മഹത്വം അവിടെയും വെളിപ്പെട്ടു. നിങ്ങളുടെ യാത്രയിൽ അപ്രതീക്ഷിതമായി വന്ന ഇടവേളയും ദൈവത്തിന്റെ ശുശ്രൂഷ സ്ഥലമായി ഒരു പക്ഷെ മാറാം. റോം ലക്ഷ്യമായിരുന്നു, മാൾട്ട ഇടവേളയായിരുന്നു. എന്നാൽ ദൈവം ലക്ഷ്യത്തിൽ മാത്രമല്ല ഇടവേളകളിലും പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമുക്ക് ചില സ്ഥലങ്ങൾ ഡിലേ ആയി തോന്നാം, പക്ഷെ ദൈവത്തിന് അത് മിനിസ്ട്രി ആകാം. നമുക്ക് ചില മനുഷ്യരെ ആക്സിഡന്റ് പോലെ തോന്നും, പക്ഷെ ദൈവത്തിന് അത് അപ്പോയിന്റ്മെന്റ് ആയിട്ട് കാണാൻ കഴിയും. നമുക്ക് ചില തകർച്ചകൾ നഷ്ടമായി തോന്നാം, പക്ഷെ ദൈവത്തിന് അതൊരു സാക്ഷ്യത്തിന്റെ വാതിലാകാം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ കപ്പൽ കുലുങ്ങുന്നുണ്ടാകാം, തകരുന്നുണ്ടായിരിക്കാം. ചില ദിവസങ്ങളായി സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാത്ത അവസ്ഥയിലൊക്കെ ആയിരിക്കാം. ദിശയറിയാതെ നിൽക്കുന്നുണ്ടാകാം. പിടിച്ചു നിന്ന ചില കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാകാം. ജീവിതത്തിന്റെ ഒരു ഭാഗം തിരമാലയുടെ അടിയിൽ തകർന്നുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നാം. പക്ഷേ ഹൃദയത്തിൽ ദൈവം നൽകിയ വാഗ്ദത്തം ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനിച്ചിട്ടില്ല. കപ്പൽ തകർന്നാലും വാഗ്ദത്തം തകരില്ല. വഴിമാറിയാലും ലക്ഷ്യം മാറത്തില്ല. മനുഷ്യരുടെ പദ്ധതിയിൽ പൊളിഞ്ഞാലും ദൈവത്തിന്റെ പദ്ധതിയും വാഗ്ദത്തവും അത് പൊളിയത്തില്ല. കൊടുങ്കാറ്റ് എത്ര ശക്തമായാലും കർത്താവിന്റെ വാക്ക് അതിനേക്കാൾ ശക്തമാണെന്ന് ഓർക്കുക. ഇന്ന് നമുക്ക് ദൈവത്തോട് ഇങ്ങനെ സമർപ്പിക്കാം, കർത്താവെ, ഞാൻ ആശ്രയിച്ചിരുന്ന കപ്പലുകൾ തകർന്നു പോയാൽ നിന്റെ വാഗ്ദത്തത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകരുതേ. എന്റെ കയ്യിൽ പലകകൾ മാത്രം ബാക്കിയുണ്ടായാൽ നിന്റെ കൃപ എന്നെ കരയിലെത്തിക്കുമെന്ന് വിശ്വസിക്കുവാനുള്ളൊരു നല്ല ഹൃദയം എനിക്ക് തരണം. എനിക്ക് മനസ്സിലാകാത്ത ഇടവേളകളിലും നീ പ്രവർത്തിക്കുന്നു എന്ന് കാണാനുള്ള ഒരു ആത്മീയ കാഴ്ച എനിക്ക് തരണം.
എന്റെ തകർന്ന അനുഭവങ്ങളെ നിന്റെ സാക്ഷ്യത്തിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റണം. പ്രിയ ദൈവമക്കളെ, ദൈവം വാഗ്ദത്തം നൽകിയ ജീവിതത്തെ കൊടുങ്കാറ്റ് അവസാനിപ്പിക്കത്തില്ല. ദൈവം ഉദ്ദേശിച്ച ലക്ഷ്യത്തെ തകർന്ന കപ്പൽ തടയത്തില്ല. അതിനാൽ തകർച്ചയിൽ നിരാശപ്പെടാതെ വാഗ്ദത്തത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. കപ്പൽ തകർന്നാലും വാഗ്ദത്തം തകരില്ല. ആ വാഗ്ദത്തത്തിന്റെ ദൈവത്തിൽ വിശ്വസിച്ച് കയ്യിൽ കെട്ടിയ പലകയെങ്കിലും പിടിച്ച് കൃപയുടെ കരയിലേക്ക് നമുക്കൊന്നിച്ച് മുന്നോട്ട് നീങ്ങാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.